രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമോ ഡിന്നറിനൊക്കെ ഒപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, ഒരു സവാള ഇതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഞാനൊരു 2 പച്ചമുളക് എടുക്കുന്നുള്ളൂ, അത് മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കുക്കർ എടുത്ത് ഇതെല്ലാം ഇവിടെ കുക്കറിലിട്ട് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് കുക്കർ എടുക്കുന്നത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വെള്ളം ഒഴിച്ച് ഒരൊറ്റ വിസിലിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് മഷി പോലെ ആവില്ല കേട്ടോ, കടിക്കാൻ കിട്ടണം കേട്ടോ പച്ചക്കറിയൊക്കെ. അപ്പോൾ ഇതാ കുക്കറിൽ വെജിറ്റബിൾസ് വേകുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. മിക്സിയുടെ ജാറിൽ 1 കപ്പ് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിന് താഴെ മാത്രം മതി, ഒരു ചെറിയ കളർ കിട്ടിയാൽ മതിയേ. അതിലേക്ക് കുറച്ച് വലിയ ജീരകവും വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് വെന്തതെല്ലാം ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. മുട്ട വെന്തതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിത് അരപ്പ് ചേർത്ത് കൊടുത്തു, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി. ഉപ്പ് പോരാൻ തോന്നിയ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇനി ലാസ്റ്റായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ താളിച്ചൊഴിച്ച് കൊടുത്താൽ നമ്മുടെ കറി റെഡിയായി കിട്ടും. പിന്നെ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒത്തിരി ഇട്ട് തിളപ്പിക്കില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാവുള്ളൂ കറിയെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അപ്പത്തിനോ പത്തിരിക്കോ ഇടിയപ്പത്തിനോ ഒക്കെ കൂടെ അങ്ങ് കഴിച്ചു. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.